കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജവംശമാണ് അറക്കൽ രാജവംശം. ഈ രാജവംശം തുടങ്ങുന്നത് AD 619 ഇതിന്റെ തുടക്കത്തിന് പിന്നാലെ കുറെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന്റെ ശരിയായിട്ടുള്ള ഫാക്ട് എന്താ നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ചേരമാൻ പെരുമാള് മക്കയിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ പോകുന്നത്. അങ്ങനെ ആ യാത്രയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഈ ചേരമാൻ പെരുമാളിന്റെ സഹോദരിയുടെ മകനായ മഹാബലി എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടി ഉണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയാണ് മക്കയിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അവിടെ എത്തുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചേരമാൻ പെരുമാൾ തൻ്റെ പേര് താജുദ്ദീൻ ആക്കുകയും മഹാബലി തൻ്റെ പേര് സൈഫുദ്ദീൻ മുഹമ്മദ് എന്നൊക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ ഇവർ തിരിച്ചു വരുമ്പോഴാണ് ചേരമാൻ പെരുമാൾ അല്ലെങ്കിൽ താജുദ്ദീൻ മരണപ്പെടുന്നത്. അങ്ങനെ ഈ മരണത്തിന് ശേഷം സൈഫുദ്ദീൻ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ സൈഫുദ്ദീൻ്റെ അമ്മയുണ്ട്, എന്താണ് ശ്രീദേവി എന്ന് പറഞ്ഞൊരു അമ്മ ഉണ്ട്. അപ്പോൾ സൈഫുദ്ദീൻ്റെ അമ്മയായ ശ്രീദേവി ഈ സൈഫുദ്ദീനെ ഇസ്ലാം സ്വീകരിച്ചത് കൈയോടെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹവും കോലത്തിരി തറവാടിലെ തമ്പുരാട്ടിയും കൂടി വിവാഹത്തിൽ ഏർപ്പെട്ടിട്ട് അവരുടെ തലമുറ ആണ് ഈ അറക്കൽ രാജവംശം എന്ന് പറയുന്നത്. അവരുടെ മക്കളുടെ മക്കൾ അങ്ങനെയാണ് അറക്കൽ രാജവംശം ഇപ്പോൾ പറയപ്പെടുന്നത്. ഈ അറക്കൽ രാജവംശത്തിലെ രാജാവ് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് വെച്ചാൽ ഏറ്റവും വയസ്സ് കൂടിയവരായിരിക്കും അവിടെ രാജാവായിട്ടുണ്ടാവുക. ഇപ്പൊ അതൊരു പുരുഷനാണെങ്കിൽ അറക്കൽ ആദിരാജ എന്ന് പറയും, അതൊരു സ്ത്രീ ആണെങ്കിൽ അറക്കൽ ബീവി എന്ന് പറയും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അറക്കൽ രാജവംശത്തിന് ഈ കച്ചവടപരമായിട്ട് വാണിജ്യത്തിൽ ഭയങ്കര ഉന്നതിയിൽ നിന്ന് ആ സമയത്ത് ഏറ്റവും ടോപ്പായിട്ട് നിന്ന ഒരു രാജകുടുംബമായിരുന്നു ഈ അറക്കൽ രാജകുടുംബം. ഒരു 14-15 നൂറ്റാണ്ടാകുമ്പോഴേക്കും ഒരു മലബാർ കച്ചവട സംഘത്തിൽ നിന്ന് ഒരു രാജകുടുംബമായിട്ട് ഈ അറക്കൽ രാജവംശം മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മറ്റു നാടുവാഴികളെ പോലെ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടല്ല ഇവർ ഈ നിലയിലെത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആദ്യരാജായിട്ടുള്ള സൈഫുദ്ദീൻ മുഹമ്മദ് അലി കണ്ണൂർ തുറമുഖം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ അറബിക്കടലിലും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിലെല്ലാം വ്യാപാരം വ്യാപിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവർ ഇസ്ലാമിക് വാല്യൂസിൽ ഊന്നിയ ഭരണമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മറ്റ് ഭരണാധികാരികളും അതുപോലെ തന്നെ കച്ചവട സംഘങ്ങളെല്ലാം ഇവരെ അട്രാക്ട് ചെയ്യും, ഇവരായിട്ട് കച്ചവടം ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മാലദ്വീപും അതുപോലെ തന്നെ ലക്ഷദ്വീപൊക്കെ ഇവർ അധീനതയിൽ വരികയും ഈ ഒരു രീതിയിൽ കച്ചവടം വ്യാപകപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു വലിയ കച്ചവട ശക്തിയായിട്ട് അറക്കൽ രാജവംശം മാറുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ബലിയസൻ എന്ന് പറയുന്നത് ഈ ആദിരാജന്റെ നാവികപ്പടേന്റെ ക്യാപ്റ്റനാണ്. അപ്പം അദ്ദേഹം എന്നൊക്കെ പറയുന്നത് ഈ കുഞ്ഞാലി മരക്കാരെ പോലെ തന്നെ പോർച്ചുഗീസ് പറങ്കിപ്പട പേടിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പം അദ്ദേഹത്തിനെ വിട്ടുകിട്ടാൻ വേണ്ടി അദ്ദേഹം പറങ്കിൽ പിടിക്കപ്പെടുകയും അദ്ദേഹത്തിനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ആദിരാജ ഇവരോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഈ കേരളത്തിലെ മറ്റു കുടുംബങ്ങളുടെയൊക്കെ അതേ സ്വത്തിനൊത്ത പ്രൈസ് ഇവിടെ റിവാർഡായിട്ട് കൊടുക്കാമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ലെവൽ ഓർക്കണം, മറ്റ് കേരള കുടുംബങ്ങളുടെ അത്രയും ആസ്തി കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കടൽ വാണിജ്യത്തെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ, അറക്കലിന്റെ മെയിൻ എന്ന് പറയുന്നത് കടൽ വാണിജ്യമായിരുന്നു. അപ്പോൾ നമ്മളുടെ യൂറോപ്യൻസ് വാസ്കോഡഗാമ മുതലുള്ളവർ കേരളം അധിനിവേശം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവര് മലബാറിന് അധിനിവേശം ചെയ്യുമ്പോൾ അറക്കലിനെതിരെ അവർ ശ്രദ്ധിക്കുന്ന അറക്കലിന്റെ വാണിജ്യത്തെ എങ്ങനെ തകർക്കാന്നുള്ളതാണ്. ഇപ്പോൾ അറക്കലിനെതിരെ പറങ്കികള് അതേപോലെ തന്നെ ഡച്ച് ബ്രിട്ടീഷുകാരും വരുന്നുണ്ട്. ഈ 3 വൈദേശിക ശക്തികളും അറക്കലിന്റെ വാണിജ്യത്തെ അല്ലെങ്കിൽ അറക്കലിന്റെ കച്ചവടത്തെയാണ് തകർക്കാൻ നോക്കുന്നത്. ഈ 3 ആൾക്കാരും വൈദേശിക ശക്തികൾക്കും ഇവരെ കച്ചവടത്തിൽ തകർക്കാൻ പറ്റുന്നില്ല. പിന്നീട് ബ്രിട്ടീഷുകാര് ഒരു മിന്നൽ ആക്രമണത്തിലൂടെ ഇവരെ അറക്കൽക്കെട്ട് ആക്രമിച്ചിട്ടാണ് പിന്നീട് രേഖകളില്ല എന്നും മറ്റും പറഞ്ഞുകൊണ്ട് അറക്കലിന്റെ സ്വത്ത് കൊള്ളയടിക്കുന്നുണ്ട്. അന്ന് ആ കാലത്ത് സ്വത്തിനൊന്നും രേഖകൾ വെക്കാത്തൊരു കാലമായിരുന്നല്ലോ. അപ്പോ ആ സിസ്റ്റം തന്നെ ഇല്ലാത്തൊരു കാലത്ത് സ്വത്തിനൊന്നും രേഖയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാര് ഇത് മൊത്തം കൊള്ളയടിക്കുന്നുണ്ട്. പിന്നീട് ഒരു ഉയർച്ചയിലേക്ക് സമ്പത്ത് അല്ലെങ്കിൽ ഒരു തരത്തിലും കച്ചവടം തുടങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് പോലും നമ്മൾ ബ്രിട്ടീഷുകാർ എടുക്കുന്നുണ്ട്.
അപ്പൊ നമ്മൾ കൊളോണിയലിസത്തിന്റെ ഒരു ബേസ് നോക്കുകയാണെങ്കിൽ, അറക്കലിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ കൊളോണിയലിസത്തിന്റെ ഒരു ബേസ് കിട്ടുന്നതാണ് നമ്മൾ പറയുന്നത്. ആദ്യം വാണിജ്യ ശക്തികളെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ അവരുടെ ആധിപത്യം സ്ഥാപിക്കാനാണ് കൊളോണിയൽ ശക്തികൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് അപ്പോൾ അറക്കലിന്റെ ചരിത്രത്തിലൂടെ ആ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും.